ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 പ്ലാറ്റ്യൂ വേർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. Question: Name the major tributaries of the river Krishna and the states its basin covers. റിവർ കൃഷ്ണയുടെ മേജർ ട്രിബ്യൂട്ടറീസ് നെയിം ചെയ്യുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ബേസിൻ കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്നും പറയാം. കൃഷ്ണ റിവറിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് തുംഗഭദ്ര, കൊയ്ന, ഭീമയാണ്. ഇപ്പോൾ ഈ ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വറിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ റിവർ ബേസിൻ ഷെയർ ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര പോലത്തെ സ്റ്റേറ്റ്സുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദ റിവർ കൃഷ്ണ ആർ ദ തുംഗഭദ്ര, ഭീമ ആൻഡ് കൊയ്ന. ദ റിവർ ഒറിജിനേറ്റ്സ് അറ്റ് മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര. Its river basin is shared by the states of Maharashtra, Karnataka and Andhra Pradesh. Question: Explain why the Kaveri river has water throughout the year. എന്തുകൊണ്ടാണ് കാവേരി റിവറിൽ ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ ലഭിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ കാവേരി റിവറിന് നമ്മൾ പെരീനിയൽ റിവർ എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വന്നിട്ട് ഈ ഒരു റിവറിന് വന്നിട്ട് 2 ഡിഫറെൻറ്റ് മൺസൂൺസിൽ നിന്നും വാട്ടർ റിസീവ് ചെയ്യുന്നുണ്ട്. അതായത് സമ്മർ സീസണിൽ വന്നിട്ട് കർണാടകയിലുള്ള അപ്പർ കാച്ച്മെന്റ് ഏരിയയിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നുള്ള റെയിൻ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിന്റർ സീസണിൽ തമിഴ്നാട്ടിലുള്ള ലോവർ കാച്ച്മെന്റ് ഏരിയയിൽ നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നും റെയിൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ത്രൂ ഔട്ട് ദ ഇയർ കാവേരിയിൽ വാട്ടർ ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Kaveri is considered a perennial river because it receives water from 2 different monsoons. In the summer, its upper catchment area in Karnataka gets rain from the southeast monsoon. In the winter, its lower catchment area in Tamil Nadu gets rain from the retreating northeast monsoon. Question: Distinguish between moist and dry deciduous forest. Moist deciduous forest dry ഡെസിഡിയസ് ഫോറസ്റ്റ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഇപ്പോൾ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് പറയുന്നത് ആനുവൽ റെയിൻഫാൾ 100 മുതൽ 200 സെൻറ്റിമീറ്റർ ലഭിക്കുന്ന ഏരിയാസിലാണ് കാണപ്പെടുന്നത്. അതായത് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ഈസ്റ്റേൺ സ്ലോപ്സ് പോലത്തെ ഏരിയസിലാണ് ഈ ഒരു ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഈ ഒരു ഫോറസ്റ്റിൽ ടീക്ക്, സാല് പോലത്തെ ട്രീസ് ആണ് നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് പറയുന്നത് ഡ്രയർ ഏരിയാസ് ആണ്. ഇവിടെ കിട്ടുന്ന റെയിൻഫാൾ പറയുന്നത് 70 മുതൽ 100 സെൻറ്റിമീറ്റർ റേഞ്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ ട്രീസ് ഒക്കെ വളരെ ഷോർട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ലീവ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഷെഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഡ്രൗട്ടിൻ്റെ സമയത്തൊക്കെ ഈ ഒരു ഫോറസ്റ്റ് ഒരു ഗ്രാസ് ലാൻഡ് പോലെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഏരിയാസ് വിത്ത് 100 to 200 സെൻറ്റിമീറ്റർ ഓഫ് ആനുവൽ റെയിൻഫാൾ സച്ച് ആസ് ദ ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഹാവ് ട്രീസ് ലൈക്ക് ടീക്ക് ആൻഡ് സാൽ. Dry deciduous forests are found in drier areas with 70 to 100 centimeter of rainfall. The trees here are shorter and shed their leaves completely, turning the forest into a grassland during droughts. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What is the diurnal range of temperature and why is it high in the interior of the plateau? ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞാൽ എന്താണ്, അത് എന്തുകൊണ്ടാണ് പ്ലാറ്റ്യൂവിൻ്റെ ഇൻറ്റീരിയറിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വരുന്നത്? ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ തന്നെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ പ്ലാറ്റ്യൂസിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ട് ഈ ഒരു ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. കാരണം ഈ ഏരിയാസൊക്കെ വന്നിട്ട് സീയിൽ നിന്നും വളരെയധികം ദൂരത്തിലായിരിക്കും. അതോടൊപ്പം തന്നെ ഡേ ടൈമിൽ ലാൻഡ് വന്നിട്ട് പെട്ടെന്ന് ചൂടാവുകയും അതുപോലെ തന്നെ നൈറ്റിൽ ലാൻഡ് വന്നിട്ട് പെട്ടെന്ന് കൂളാവുകയും ചെയ്യുന്നു. ഇത് വന്നിട്ടൊരു ലാർജ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The diurnal range of temperature is the difference between the maximum and minimum temperatures recorded in one day.
It is high in the interior of the plateau because these areas are far from the moderating influence of the sea. The land heats up very quickly during the day and cools down very quickly at night, leading to a large temperature difference. Question: Name 3 hill stations located in the Nilagiri Hills and why they are attractive. നീലഗിരി ഹിൽസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള 3 ഹിൽ സ്റ്റേഷൻസിന് നെയിം ചെയ്യുക. അതോടൊപ്പം അവ എന്തുകൊണ്ടാണ് അട്രാക്റ്റീവ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നീലഗിരി ഹിൽസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3 പോപ്പുലർ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഊട്ടി, കൂനൂർ, കോട്ടഗിരിയാണ്. അപ്പോൾ ഈ പ്ലേസസ് വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം അവിടുത്തെ കൂളും പ്ലസന്റ് ക്ലൈമറ്റും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഡോസും ടീ പ്ലാന്റേഷൻസുകളൊക്കെയാണ്. ഇതൊരു പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ് ആയതുകൊണ്ട് ടൂറിസ്റ്റുകളിനെ ഇത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. 3 popular hill stations in the Nilagiri Hills are Ooty, that is Udagamandalam, Koonur and Kotagiri. They are attractive because of their cool and pleasant climate, beautiful meadows and extensive tea plantations. They offer a pollution-free environment which makes them major tourist destinations. Question: What are multi-purpose river valley projects? Give 2 examples. Multi-purpose river valley projects പറഞ്ഞാൽ എന്താണ്? അതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. ഇപ്പോൾ മൾട്ടി-പർപ്പസ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് റിവറിന്റെ മേലെ കെട്ടുന്ന ലാർജ് ഡാംസുകളാണ്. അപ്പോൾ ഇതിന് 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹിരാക്കുഡ് പ്രൊജക്റ്റും അതുപോലെ തന്നെ സർദാർ സരോവർ പ്രൊജക്റ്റുമാണ്. ഇപ്പോൾ ഹിരാക്കുഡ് പ്രൊജക്റ്റ് വന്നിട്ട് ഒഡീഷയിലുള്ള മഹാനദി റിവറിന്റെ മേലുള്ള പ്രൊജക്റ്റാണ്. അതേസമയം സർദാർ സരോവർ പ്രൊജക്റ്റ് പറയുന്നത് ഗുജറാത്തിലുള്ള നർമ്മദ റിവറിലുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Multi-purpose projects are large dams built across rivers to achieve several goals at once, such as irrigation, generating hydroelectric power, flood control, and tourism. 2 examples are the Hirakud project on the Mahanadi River in Odisha, the Sardar Sarovar project on the Narmada River in Gujarat. Question: Describe the Hirakud River Valley project. Hirakud River Valley project ne kurichittu describe ചെയ്യുക. ഹിരാക്കുഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒഡീഷയിലുള്ള മഹാനദി റിവറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് ആണ്. ഇത് വന്നിട്ട് വേൾഡിൽ തന്നെ ലോങ്ങസ്റ്റ് ഡാം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് മഹാനദിയിൽ ഉണ്ടാവുന്ന ഫ്ലഡ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യാനുമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Hirakud project is a major multi-purpose project built on the Mahanadi River in the state of Odisha. It is famous for having one of the longest dams in the world. Its main objectives are to control the devastating floods in the Mahanadi River, provide water for irrigation, and generate hydroelectric power. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What kind of mountains are the Aravalli ranges? എന്ത് കൈൻഡ് ഓഫ് മൗണ്ടെയിൻസ് ആണ് ആരവല്ലി റേഞ്ചസ്? അപ്പോൾ ആരവല്ലി റേഞ്ചസ് എന്ന് പറയുന്നത് ഫോൾഡ് മൗണ്ടെയിൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു മൗണ്ടെയിൻ ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് റെസിഡ്യൽ മൗണ്ടെയിൻസ് എന്നാണ്. കാരണം ഇതിൽ വന്നിട്ട് നമുക്ക് ഏൻഷ്യൻ മൗണ്ടെയിൻസിൻ്റെ റിമെയിൻസ് ആക്കി കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Aravalli ranges are an example of old fold mountains. They were formed millions of years ago but have been worn down over time by the forces of erosion like wind and water. Because they are the eroded remains of ancient mountains, they are also called residual mountains. Question: What is the specific harvesting season for cotton in Peninsular India and why? Peninsular ഇന്ത്യയിൽ കോട്ടൺ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സീസൺ ഏതാണ്, എന്തുകൊണ്ട്? പെനിൻസുലർ ഇന്ത്യയിൽ കോട്ടൺ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ജാനുവരി മുതൽ മെയ് വരെയാണ്. ഇതൊരു കാരിഫ് ക്രോപ്പാണ്. അപ്പോൾ കോട്ടൺ വന്നിട്ട് ലോങ് ആയിട്ടുള്ള ഫ്രോസ്റ്റ് ഫ്രീ പീരീഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് വന്നിട്ട് ഒക്ടോബറിലായിരിക്കും പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ പറയുന്നത് മൈൽഡും ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള വിന്റർ മന്ത്സ് ആണ്. ഈ ഒരു ഷെഡ്യൂൾ വന്നിട്ട് ക്രോപ്പിനെ ഫ്രോസ്റ്റിൽ നിന്നും സേഫ് ആക്കി നിർത്തുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In Peninsular India, cotton is harvested from January to May, even though it is a kharif crop. This is because it is planted in October, allowing it to grow during the mild, frost-free winter months. Cotton requires a long frost-free period, and this schedule ensures the crop is safe from frost during its early growth period. Question: Why is the river Godavari significant in Peninsular India? പെനിൻസുലാർ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഗോദാവരി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത്? അപ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ സിസ്റ്റം ആണ് ഗോദാവരി പറയുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് ഗോദാവരി വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത്. അതോടൊപ്പം അതിൻ്റെ ലാർജ് സൈസും ബേസിനും കാരണം ഇതിന് മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. അതാണ് ദക്ഷിണ ഗംഗ. പിന്നെ കുറേ സ്റ്റേറ്റ്സുകൾക്കുള്ള സോഴ്സ് ഓഫ് വാട്ടറും ഈ ഗോദാവരി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Godavari is very significant because it is the largest river system in Peninsular India with a length of about 1465 km. Its large size and basin are why it is often called the Dakshina Ganga or the Ganga of South. It is a very important source of water for several states. Question: Name 4 prominent hill ranges that form the Eastern Ghats. ഏതൊക്കെ 4 പ്രൊമിനന്റ് ഹിൽ റേഞ്ചസ് ചേർന്നിട്ടാണ് ഈസ്റ്റേൺ ഗാട്സ് ഫോം ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈസ്റ്റേൺ ഗാട്സ് പറയുന്നത് ഹിൽസിൻ്റെ ബ്രോക്കൺ ചെയിൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 4 പ്രൊമിനന്റ് ഹിൽ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജവാദി ഹിൽസ് ആണ്, രണ്ടാമത് പാൽക്കൊണ്ട റേഞ്ച്, മൂന്നാമത് നല്ലമലൈ ഹിൽസ്, നാലാമത് വന്നിട്ട് മഹേന്ദ്രഗിരി ഹിൽസ് ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Eastern Ghats are a broken chain of hills. 4 prominent hill ranges mentioned in the chapter that form parts of the Eastern Ghats are Javadi Hills, Palkonda Range, Nallamalai Hills, Mahendragiri Hills. Question: Name 4 prominent hill ranges that form the Eastern Ghats. ഏതൊക്കെ 4 prominent hill ranges ചേർന്നിട്ടാണ് ഈസ്റ്റേൺ ഗാട്സ് ഫോം ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈസ്റ്റേൺ ഗാട്സ് ഫോം ചെയ്തത് 4 പ്രൊമിനന്റ് ഹിൽ റേഞ്ചസ് ചേർന്നിട്ടാണ്. ആ 4 ഹിൽ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജവാദി ഹിൽസ് ആണ്, പിന്നെ പാൽക്കൊണ്ട റേഞ്ച്, പിന്നെ വരുന്നത് നല്ലമലൈ ഹിൽസ്, ലാസ്റ്റ് വരുന്നത് മഹേന്ദ്രഗിരി ഹിൽസ് ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Eastern Ghats are a broken chain of hills. 4 prominent hill ranges mentioned in the chapter that form parts of the Eastern Ghats are Javadi Hills, Palkonda Range, Nallamalai Hills, Mahendragiri Hills. Subscribe to this channel for more videos like this. Question: What is the economic importance of the tea industry in the Plateau region? Plateau region tea industry economic importance എന്താണ്? ഇപ്പോൾ നീലഗിരി ഹിൽസ് അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാട്സ് റീജിയൻസ് പോലെയുള്ള പ്ലാറ്റ്യൂ റീജിയൻസിൽ ഈ ടീ ഇൻഡസ്ട്രി പറയുന്നത് എക്കണോമിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ലേബർ ഇൻറ്റൻസീവ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ആവശ്യകത വന്നിട്ട് ഒരു പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ ടീ പാക്കേജിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The tea industry is very important for the economy of the Nilagiri Hills and Western Ghats region. It is a labor-intensive sector, meaning it requires many workers. This provides a lot of employment opportunities for people, both directly in the tea plantations and in the allied industries that process and package the tea. Question: Why is agriculture generally challenging in the Peninsular Plateau? എന്തുകൊണ്ടാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ അഗ്രികൾച്ചർ വന്നിട്ട് വളരെയധികം ചാലഞ്ചിങ് ആണെന്ന് പറയാൻ കാരണം? ഇപ്പം അഗ്രികൾച്ചർ വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്യൂവിൽ വളരെയധികം ചാലഞ്ചിങ് ആണ്. കാരണം അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തന്നെയാണ്. ഇവിടെയുള്ള ലാൻഡ് പറയുന്നത് ഒരിക്കലും ഫ്ലാറ്റ് അല്ല. അതിനകത്ത് നമുക്ക് ഹിൽസും അതുപോലെ സ്റ്റീപ്പ് സ്ലോപ്സ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കാണപ്പെടുന്ന ടോപ്പ് സോയിൽ വളരെ തിന്നാണ്. ഇത് വന്നിട്ട് കൾട്ടിവേഷൻ ഒരിക്കലും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം.
Agriculture is challenging in many parts of the plateau due to its physical characteristics. The land is not flat but undulating with many hills and steep slopes. In many areas, the topsoil is very thin and the hard rock underneath is exposed, which is not suitable for cultivation. Question: Name some minerals found in the central region mineral belt of the plateau. പ്ലാറ്റ്യൂവിലെ സെൻട്രൽ റീജിയൻ മിനറൽ ബെൽറ്റിൽ കാണപ്പെടുന്ന കുറച്ച് മിനറൽസിൻ്റെ പേര് എഴുതാം. ഇപ്പോൾ സെൻട്രൽ റീജിയൻ മിനറൽ ബെൽറ്റ് വന്നിട്ട് മഹാരാഷ്ട്ര, തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സ്റ്റേറ്റ്സിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്ന മേജർ മിനറൽസ് എന്ന് പറയുന്നത് മാംഗനീസ്, മാർബിൾ, ലൈംസ്റ്റോൺ, ബോക്സൈറ്റ് എന്നിവയൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്ന ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് കോള്, മൈക്ക, അയൺ ഓർ ഡെപ്പോസിറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെൻട്രൽ റീജിയൻ മിനറൽ ബെൽറ്റ് സ്പ്രെഡ് അക്രോസ് സ്റ്റേറ്റ്സ് ലൈക്ക് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന ആൻഡ് മഹാരാഷ്ട്ര. The major minerals found here include manganese, bauxite, limestone and marble. This region also has significant deposits of coal, mica and iron ore. Question: Describe the main types of natural vegetation found in the Peninsular Plateau. പെനിൻസുലർ പ്ലാറ്റ്യൂവിൽ കാണപ്പെട്ടിരുന്ന മെയിനായിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷൻ ടൈപ്സുകളെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെനിൻസുലർ പ്ലാറ്റ്യൂവിൽ വൈഡ് സ്പ്രെഡായി കിടക്കുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രൈ സീസണിൽ ട്രീസിൻ്റെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്ത് പോവുകയാണ്, കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഡ്രയർ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റും ഷ്രബ്സുകളൊക്കെയാണ്. ഇനി നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെയുള്ള ഹയർ ഓൾട്ടിറ്റ്യൂഡുള്ള ഏരിയാസിൽ വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്നെ എഴുതാൻ നോക്കാം. The most widespread vegetation is the tropical deciduous forest where the trees shed their leaves in the dry season. In drier parts, we find tropical thorn forests and shrubs. In the high altitude areas like the Western Ghats, we find southern montane forest. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.